നസ്രാണി കുഞ്ഞുങ്ങൾ തമ്മിലടിക്കുന്നത് ക്യാമറയിൽ ഒപ്പിയെടുക്കുവാൻ പള്ളികൾക്ക് മുമ്പിൽ ക്യൂ നിന്ന ക്യാമറ കണ്ണുകൾക്ക് വിരുന്നൊരുക്കിയ നസ്രാണി കുഞ്ഞാടുകളെ ആദ്യം അഭിനന്ദിക്കട്ടെ. നാണം എന്ന് ഒന്ന് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഞാനും ഒരു നസ്രാണിയാണ്. നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു താഴെ വെച്ച് അവരുമായി രമ്യപ്പെട്ട് വന്നതിന് ശേഷം ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞു പഠിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണോ നിങ്ങൾ? ആ ക്രിസ്തുവിൻ്റെ അനുയായി തന്നെയാണോ നിങ്ങൾ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജനാഭിമുഖമോ അല്ലെങ്കിൽ സിനഡ് കുർബാനയോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം പണമാണ്, അധികാരമാണ്. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ക്രൈസ്തവ വിശ്വാസികൾ, നസ്രാണി കുഞ്ഞാടുകൾ മറന്നുപോയാൽ ഇനി വരാൻ പോകുന്നത് രക്തപ്പുഴയൊഴുകലായിരിക്കും പള്ളിയുടെ അകത്തളങ്ങളിൽ. ബസലിക്ക പള്ളിയിൽ നമ്മൾ കണ്ടതാണ്. എത്ര ദാരുണമായ ഒരു സംഭവമായിരുന്നു അത്. മാർപ്പാപ്പ ബലിയർപ്പിച്ച ബലിപീഠം പോലും ചവിട്ടിത്താഴ്ത്തിയിട്ടുകൊണ്ട് നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന വൈദികരെ പോലും അടിച്ചോടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഈ സഭാ നേതൃത്വം എത്തിയത്, അല്ലെങ്കിൽ ഈ തമ്മിലടിക്കുന്നവർ എത്തിയത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, അറിയാവുന്നതും കൃത്യമായ ധാരണയുള്ളതുമായ ഒരു വിഷയം പറയാം. ഇത് കൃത്യമായ BJP-യുടെ അജണ്ടയാണ്. UDF-ഉം LDF-ഉം ഈ വിഷയത്തെ കാര്യഗൗരവമായി എടുത്തില്ല എങ്കിൽ ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗം പൂർണ്ണമായും BJP പാളയത്തിൽ എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. സിനഡ് പോലും കൂടാതെ ജൂലൈ 3-ാം തീയതി തുടങ്ങി സിനഡ് കുർബാന അർപ്പിക്കണം എന്ന രീതിയിൽ സർക്കുലർ എങ്ങനെ ഇറങ്ങി എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് ക്രൈസ്തവ സഭയുടെ കുർബാന പ്രശ്നം BJP-യുടെ ഒരു അജണ്ടയായി മാറുന്നത് എന്ന് പരിശോധിക്കാം. സിനഡ് കുർബാന അങ്കമാലി എറണാകുളം അതിരൂപതയിൽ നടപ്പിലാക്കണം എന്നുള്ളത് സഭാ നേതൃത്വത്തിലെ ചിലരുടെ വാശിയാണ്. ജനാഭിമുഖ കുർബാനയെ ഞങ്ങൾ ചൊല്ലുകയുള്ളൂ എന്ന് പറയുന്നതും മറ്റൊരു വിഭാഗത്തിൻ്റെ വാശിയാണ്. ഈ രണ്ട് വാശികൾക്കിടയിലും പെട്ടുപോയിരിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരുടെ പ്രതിഷേധം സഭ കാണാതെ പോകരുത്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കൃത്യമായി പറഞ്ഞു തരാം. കേരളത്തിന് ഒരു കേന്ദ്ര സഹമന്ത്രിയെ കിട്ടി. 2 സഹമന്ത്രിമാരുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഒരു സഹമന്ത്രിയെ കിട്ടി. ആ സഹമന്ത്രി പൂർണ്ണമായും സിനഡ് കുർബാനയെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലോക്സഭ ഇലക്ഷന് മുമ്പ് തൃശ്ശൂര് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി നൽകിയിട്ടുള്ള ചില ഉറപ്പുകളുണ്ട്. അത് സഭാ സ്ഥാപനങ്ങളിൽ FCRI-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനമാണ്. അതിനോടൊപ്പം തന്നെ സഭാ നേതൃത്വത്തിൻ്റെ, സിനഡ് കുർബാനയെ അനുകൂലിക്കുന്ന സഭാ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും ഇങ്ങനെ BJP നൽകിയിട്ടുള്ള ചില ഉറപ്പുകളാണ്. ആ ഉറപ്പുകളിൽ പെടുന്ന ഒന്നാണ് സിനഡ് കുർബാന നടപ്പിലാക്കിയാൽ പള്ളികൾ പിടിച്ചെടുക്കാനും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കുമുള്ള സപ്പോർട്ട് BJP-യുടെ ഭാഗത്ത് നിന്ന് അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? സംസ്ഥാനത്ത് LDF-ഓ UDF-ഓ ഈ വിഷയത്തിൽ ഇടപെടില്ല. കാരണം കൈപൊള്ളുമോ എന്നൊരു ഭയമുണ്ട് അവർക്ക്. പക്ഷെ ഈ ഭയമാണ് BJP ഇവിടെ മുതലെടുക്കുന്നത്. ഇവർ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരും. ആ പക്ഷം സിനഡിന്റെ പക്ഷമായിരിക്കും. ഇതിനു മുമ്പ് ഓർത്തഡോക്സ് സഭയിൽ നടന്നിട്ടുള്ള പള്ളി പിടിക്കലുകളും സംഘർഷങ്ങളും ഒക്കെ നമുക്ക് മുമ്പിലുള്ളതാണ്. വൈദികരൊക്കെ തല്ലുകൊള്ളുന്നതും അവിടെയൊക്കെ രക്തമൊലിപ്പിച്ചു നിൽക്കുന്ന വൈദികരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശവമടക്കാൻ സാധിക്കാതെ സെമിത്തേരിയിൽ ശവമഞ്ചം ഏന്തി വന്ന ആ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ച സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇതൊക്കെ നമുക്കൊരു പാഠമാകണം. നസ്രാണി കുഞ്ഞാടുകൾക്ക് ഇതൊക്കെ ഒരു പാഠമാകണം. ഇനി UDF LDF നേതൃത്വത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഒരു പ്രശ്ന പരിഹാരത്തിന് മുമ്പോട്ട് വന്നില്ല എങ്കിൽ BJP ഒരു പക്ഷം പിടിക്കുകയും ആ പക്ഷത്തെ തങ്ങളുടേതാക്കി മാറ്റുകയും എന്നുള്ള വലിയ ഒരു അജണ്ട, കേന്ദ്ര സേനയുടെ വരെ സപ്പോർട്ട് ഈ സിനഡ് അനുകൂല കുർബാന വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കകത്ത് നടക്കാൻ പോകുന്നത് വലിയൊരു സംഘടനമാണ്.
ഈ സംഘടനത്തെ മുൻകൂട്ടി കാണുവാനും ഈ പ്രശ്നം പറഞ്ഞവസാനിപ്പിക്കുവാനും ഇരു കൂട്ടരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം. അതിന് നല്ലൊരു മധ്യസ്ഥനുണ്ടാവണം. ആ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയിട്ട് LDF-ൽ നിന്നോ UDF-ൽ നിന്നോ നല്ല നേതാക്കന്മാർ മുൻപോട്ട് വരണം. ആ മുൻപോട്ട് വന്നില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ തിരിച്ചടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. ക്രിസ്ത്യൻ സമുദായം BJP പക്ഷത്തേക്ക് പോയാൽ ഉണ്ടാകുന്ന ഒരു വലിയ പരാജയം UDF ആയിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഈ സിനഡ് കുർബാന പ്രശ്നത്തിൽ അടിയന്തരമായി സംസ്ഥാന സർക്കാരോ UDF നേതൃത്വമോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വമോ ഒക്കെ ഇന്ത്യ മുന്നണിയൊക്കെ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയാതിരിക്കാൻ ഇനി വയ്യ. ഏതായാലും രണ്ട് കുഞ്ഞാടുകളെ തമ്മിലടിപ്പിച്ച് നടുക്ക് നിന്ന് രക്തം ഊറ്റിക്കുടിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന കുറുക്കന്റെ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.